പമ്പാമേളം 2025 ബ്രോഷർ പ്രകാശനം ദുബായിൽ നടന്നു. ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ മുൻ വിദ്യാർത്ഥി സംഘടനയായ പമ്പാതീരം ഗ്ലോബൽ കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷമായ പമ്പാമേളം 2025 ബ്രോഷർ പ്രകാശന ഉദ്ഘാടനം കിസൈസ് പോലീസ് മേധാവി മേജർ ഹബ്ദി അബ്ദുള്ള നിർവഹിച്ചു. മുൻ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സുരഭി ബ്രോഷർ ഏറ്റുവാങ്ങി. പമ്പാമേളം നല്ലോണം വള്ളംകളി കണ്ടോണം എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും. ചടങ്ങിൽ പമ്പാതീരം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ ശശികുമാർ, നമ്പിമഠം കലാ ഹരികുമാർ, ലോട്ടസ് മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സൗമ്യ ഹരികുമാർ, അക്കാഫ് പ്രതിനിധികൾ, പമ്പാതീരം ഭാരവാഹികളായ ഡോക്ടർ രാജീവ് പിള്ള, സുൽഫിക്കർ ഹസൻ, മാത്യു സാമുമേൽ, കോശി മാന്നാർ, സൈജു നൈനാൻ, സന്തോഷ് എസ്, ഹാഷിം, മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷം ആഗസ്റ്റ് 30 ദുബായിൽ നടക്കും. നല്ലോണം വള്ളംകളി കണ്ടോണം എന്നതാണ് ഇത്തവണത്തെ പമ്പാമേള 2025 തീമായി തിരഞ്ഞെടുത്തത്. 20 വർഷം മുമ്പ് പമ്പ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രൂപം കൊടുത്ത പമ്പ കോളേജ് അലുമിനി എന്ന പുതിയ രൂപത്തിൽ പമ്പാ തീരം എന്ന ടാഗ്ലൈനോടുകൂടി ഞങ്ങൾ ഈ വർഷം ഓണാഘോഷിക്കുകയാണ്. ഈ മാസം 30-ാം തീയതി ദുബായ് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നെഹ്റു ട്രോഫി വള്ളംകളിയെ കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓണാഘോഷ പരിപാടി എല്ലാവരും പങ്കെടുക്കണം. ഈ പരിപാടി വിജയിപ്പിക്കണം. ആഗസ്റ്റ് 30 ദുബായിലെ ഹയാത്ത് പാലസ് ഹോട്ടലിലാണ് വൻ ആഘോഷണത്തിന് തിരശീല ഉയരുക. പുന്നമട കായലിന്റെ അതിപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി തത്സമയം ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് ഈ പരിപാടിയുടെ ഹൈലൈറ്റ്. അതേ ആവേശത്തോടെ അതേ റിതത്തിൽ ബിഗ് സ്ക്രീൻ വഴി ആരാധകർക്ക് മത്സരം അനുഭവിക്കാവുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ. വാദ്യമേളങ്ങൾ, വള്ളം പാട്ടുകൾ, നാടൻ പാട്ടുകൾ എന്നിവയുടെ നിറവിൽ അറേബ്യൻ മണ്ണിൽ ഒരു ആസ്വാദനോത്സവം ഒരുക്കുകയാണ് പമ്പാതീരം ഗ്ലോബൽ കമ്മ്യൂണിറ്റി.